സോ ലെക്ചർ നമ്പർ 3 ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ഇതിന് മുൻപേ നമ്മൾ ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററിയുടെ 2 ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് IAS മലയാളം UPSC ക്ലാസ്സസ് എന്നിട്ട് സെർച്ച് ചെയ്താൽ ചാനൽ കാണാൻ വേണ്ടി പറ്റും. സോ ഇപ്പോൾ IAS മലയാളം എന്ന ചാനൽ ജസ്റ്റ് ഇട്ടിട്ടുള്ളത് കാരണം ഇതൊരു അക്കാഡമി അല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ഒരു യൂട്യൂബ് ചാനലാണ്. സോ ജസ്റ്റ് IAS മലയാളം എന്ന് ഇട്ടിട്ടുള്ളൂ. മുമ്പോട്ടേക്ക് മേ ബി ഇതിൻ്റെ പേര് ചേഞ്ച് ചെയ്യാം. ഓക്കെ, എനിവേ ഇതിന് മുമ്പ് ഹിസ്റ്ററിയുടെ 2 ക്ലാസ് തന്നിട്ടുണ്ട്. I'll show you. Lecture number 1, Ancient Indian History. Lecture number, just a second. Lecture number 2, lecture number 1. ഈ lecture number 1 കണ്ടതിന് മാത്രം lecture number 2ലേക്ക് വരാൻ പാടുള്ളൂ. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്തുണ്ടാവും, ഇതിന് മുമ്പത്തെ ക്ലാസ്സിൻ്റെ ലിങ്കൊക്കെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇതാണ് ടൈറ്റിൽ എന്ന് പറയുന്നത്. ഈ ടൈറ്റിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഇങ്ങനെ വരും. ഓക്കെ, ഇങ്ങനെ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സ് വരും. ഇതിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ അറിയോ, ആദ്യം ഓറിയൻറ്റേഷൻ ക്ലാസ് കാണണം. ഓറിയൻറ്റേഷൻ ക്ലാസ് കാണാതെ ഒരു ക്ലാസ്സും കാണാൻ നിൽക്കരുത്. ഓക്കെ, സോ ആദ്യം ഓറിയൻറ്റേഷൻ ക്ലാസ് കാണാം. അത് കണ്ടതിന് ശേഷം ലെക്ചർ നമ്പർ 1 ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി കാണാം. തൊട്ട് താഴെ ലെക്ചർ നമ്പർ 2 ഉണ്ടാവും. ലെക്ചർ നമ്പർ 2 കണ്ടതിന് ശേഷം മാത്രമേ നമ്മുടെ ലെക്ചർ നമ്പർ 3ലേക്ക് വരാൻ പാടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാൻ വേണ്ടി പോകുന്നില്ല. എനിവേ, നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. സോ നമുക്ക് ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞൊന്ന് ക്വിക്കായിട്ട് റിവൈസ് ചെയ്യണ്ടേ? റീക്യാപ്പ് ചെയ്ത മുമ്പോട്ടേക്ക് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല. ജസ്റ്റ് എ സെക്കൻഡ്, ലെറ്റ് മീ ടേക്ക് എ ഫ്രഷ് പേജ്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പ്രീ ഹിസ്റ്റോറിക് എറ, എന്താണ് പ്രോട്ടോ ഹിസ്റ്റോറിക് എറ, എന്താണ് ഹിസ്റ്റോറിക് എറ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പ്രീ ഹിസ്റ്റോറിക് എറ എന്ന് വെച്ചാൽ നോ റിട്ടൺ എവിഡൻസ്. അന്നത്തെ കാലത്ത് ആൾക്കാരും ഒന്നും അവരുടെ പാസ്റ്റ്, അവർ കഴിച്ച ഭക്ഷണം, ധരിച്ച വസ്ത്രങ്ങളൊന്നും എഴുതി വെച്ചിട്ടില്ല. നോ റിട്ടൺ എവിഡൻസ്. അതുകൊണ്ട് തന്നെ റീഡിങ് ഈസ് നോട്ട് പോസിബിൾ. റീഡിങ് ഈസ് നോട്ട് പോസിബിൾ. റീഡിങ് ഈസ് നോട്ട് പോസിബിൾ. സോ റൈറ്റിങ്ങും പോസിബിൾ അല്ല, റീഡിങ്ങും പോസിബിൾ അല്ല. പ്രോട്ടോ ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ റിട്ടൺ എവിഡൻസ് ഉണ്ട്. അന്നത്തെ കാലത്ത് ആൾക്കാർ കഴിച്ച ഭക്ഷണം, അവർ ധരിച്ച വസ്ത്രം, അവരുടെ കൾച്ചർ, ആർട്ട് ഫോം എല്ലാം അവർ എഴുതി വെച്ചിട്ടുണ്ട്. ബട്ട് റീഡിങ് ഈസ് നോട്ട് പോസിബിൾ. റീഡിങ് ഈസ് നോട്ട് പോസിബിൾ. എന്തുകൊണ്ടാണ് റീഡിങ് പോസിബിൾ അല്ലാത്ത? അവർ എഴുതി വെച്ച ലാംഗ്വേജ് ഡീകോഡ് ചെയ്തെടുക്കാൻ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യനും അതിനുള്ള കഴിവില്ല. അത് ഏത് ലാംഗ്വേജ് ആണെന്നും ഒരു മനുഷ്യനും അറിയില്ല. നമ്മുടെ ബാംബു ബോയ്സിലൊക്കെ കാണുന്ന ആൾക്കാർ സംസാരിക്കുന്ന പോലെ ലാംഗ്വേജ് ഏതാണെന്ന് ഒരു മനുഷ്യൻ അറിഞ്ഞൂടാ. ഹിസ്റ്റോറിക്കൽ എന്ന് വെച്ചാൽ പ്രോപ്പർ റിട്ടൺ എവിഡൻസ് ഉണ്ട്. റിട്ടൺ എവിഡൻസ് ഉണ്ട്. റീഡിങ്ങും അതുകൊണ്ട് തന്നെ പോസിബിൾ ആണ്. റിട്ടൺ എവിഡൻസ് ഉണ്ട് കൃത്യമായിട്ട്. വാസ്കോ ഡ ഗാമ വന്ന് കാലുകുത്തുന്നു, പോർച്ചുഗീസ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരുന്നു, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് ത്രൂ ആണ് അവർ വന്നിട്ട് കാലുകുത്തുന്നത്, ഗുജറാത്തി സൈലസിനെ ബന്ദിയാക്കുന്നുണ്ട് വാസ്കോ ഡ ഗാമ വരുന്ന സമയത്ത്. എല്ലാ കാര്യങ്ങളും റിട്ടൺ എവിഡൻസ് ഉണ്ട്, റീഡിങ്ങും പോസിബിൾ ആണ്. ഇതിനാണ് നമ്മൾ ഹിസ്റ്റോറിക് എറ എന്ന് പറയുന്നത്. സോ പ്രോപ്പർലി ഹിസ്റ്റോറിക് എറ മാത്രമേ ഓക്കെ ഇതാണ് നമ്മുടെ പാസ്റ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പ്രിയും പ്രോട്ടോയും നമ്മുടെ ഹിസ്റ്റോറിയൻസിൻ്റെ ഒരു ഏകദേശ നിഗമനം അത്രയേ ഉള്ളൂ. ഞാൻ ലേറ്റ് ആക്കുന്നില്ല, കാരണം എല്ലാ ക്ലാസ്സും ഒരു 10 മിനിറ്റ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. 10 to 12 മിനിറ്റ്സ് ഉണ്ടാവുള്ളൂ. പ്ലസ് ഒരു കാര്യം കൂടെ, നിങ്ങൾക്കൊരു പേഴ്സണൽ മെൻറ്റർഷിപ്പ്, എൻ്റെ തന്നെ ഡയറക്റ്റ് അസിസ്റ്റൻസ് വേണം എന്നാണെങ്കിൽ 100% സിലബസ് കവറേജിന് ഒന്നിച്ച് പ്രോപ്പറായിട്ട് എൻ്റെ ഒരു മെൻറ്റർഷിപ്പ് കൂടെ വേണം എന്നാണെങ്കിൽ പെയ്ഡ് ബാച്ച് ഉണ്ട്. ജസ്റ്റ് ഒരു 500 രൂപ മന്ത്ലി ഫീസ് വരുന്നത്. ജോയിൻ ചെയ്യാം. വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ജോയിൻ ചെയ്യാൻ ഞാൻ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എനിവേ, പാലലിത്തിക് ഏജിലേക്ക് പോകാം. പാലലിത്തിക് ഏജ് വെച്ചാൽ നമ്മുടെ സ്റ്റോൺ ഏജിനെ നമുക്ക് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓൾഡ് സ്റ്റോൺ ഏജ്, മിഡിൽ സ്റ്റോൺ ഏജ്, അവസാനം ന്യൂ സ്റ്റോൺ ഏജ്. ഇതിൽ ഓൾഡ് സ്റ്റോൺ ഏജ്, ഓൾഡ് എന്ന് വെച്ചാൽ പാലിയോ എന്നാണ് അർത്ഥം. സ്റ്റോൺ എന്ന് വെച്ചാൽ ലിത്തിക്. ഓൾഡ് സ്റ്റോൺ ഏജ്, പാലിയോലിത്തിക് ഏജ്. മിഡിൽ, ലിത്തിക് വെച്ചാൽ സ്റ്റോൺ, മിഡിൽ സ്റ്റോൺ ഏജ്. മിഡിൽ സ്റ്റോൺ ഏജ് അല്ല, മീസോലിത്തിക് ഏജ്. മീസോലിത്തിക് ഏജ്. മിഡിൽ എന്ന് വെച്ചാൽ മീസോ, സ്റ്റോൺ എന്ന് വെച്ചാൽ ലിത്തിക്, മീസോലിത്തിക് ഏജ്. പറയുമ്പോൾ പെട്ടെന്ന് മാറിപ്പോയതാണ് കേട്ടോ, കാരണം 10-12 മിനിറ്റുള്ള ഈ ഒരു സെഷൻ എൻ്റേതാ മാത്രമേ എനിക്ക് എൻ്റേതായിട്ടുള്ള ബാച്ചിലേക്ക് കുറച്ച് വർക്കിലേക്ക് പോകാൻ പറ്റുള്ളൂ. ന്യൂ സ്റ്റോൺ ഏജ് എന്ന് വെച്ചാൽ, ന്യൂ എന്ന് വെച്ചാൽ നിയോ, സ്റ്റോൺ ഏജ് എന്ന് വെച്ചാൽ ലിത്തിക്, നിയോലിത്തിക് ഏജ്. സോ പാലോലിത്തിക് ഏജ് എന്ന് വെച്ചാൽ ഹണ്ടിങ് ഗ്യാതറിങ് ആണ്. എന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത് ആൾക്കാർ മൃഗങ്ങളെ ഹണ്ട് ചെയ്യും, ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഗ്യാദർ ചെയ്യും. ഹണ്ടിങ് ഗ്യാതറിങ്, അതിനപ്പുറം വലിയ പ്രത്യേകതയൊന്നും ഇല്ല. മീസോലിത്തിക് ഏജ് വെച്ചാൽ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. ഇവർ വൈൽഡ് ആനിമൽസിനെ വളർത്തു മൃഗങ്ങളാക്കി മാറ്റാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. നിയോലിത്തിക് ഏജ് വെച്ചാൽ
ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്. ഇപ്പോൾ ഇവർ അഗ്രികൾച്ചറൽ പ്രാക്ടീസസിലേക്ക് നീങ്ങുന്നുണ്ട്. ഒരു ഏജും കൂടി ഉണ്ട്, അതിലെ കൾച്ചേഴ്സാണ് കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കോപ്പർ സ്റ്റോണേജ് ആണത്. കോപ്പർ, കോപ്പർ. കോപ്പർ സ്റ്റോണേജിൻ്റെ പേര് കോപ്പർ ചാൽക്കോ സ്റ്റോണേജ് ലിത്തിക്. ചാൽക്കോ ലിത്തിക് ഏജ് ആണ് കോപ്പർ സ്റ്റോണേജ്. ഇതിൻ്റെ പ്രത്യേകത ഡിസ്കവറി ഓഫ് പേര് തന്നെയുണ്ട്, ഡിസ്കവറി ഓഫ് കോപ്പർ. കോപ്പർ കണ്ടുപിടിച്ച ഏതാണ്? ചാൽക്കോലിത്തിക് ഏജ്. ക്വിക്കായിട്ട് റീക്യാപ്പ് ചെയ്തേ. പാലിയോലിത്തിക് ഏജ് ഹണ്ടിങ് ഗാദറിംഗ്, മീസോലിത്തിക് ഏജ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് അനിമൽ, നിയോലിത്തിക് ഏജ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ് അഗ്രികൾച്ചർ, ആൻഡ് ചാൽക്കോലിത്തിക് ഏജ് ഡിസ്കവറി ഓഫ് കോപ്പർ. സോ പാലിയോലിത്തിക് ഏജ് വെച്ചാൽ ജസ്റ്റ് അതിൻ്റെ ടൈം ലൈൻ കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. പാലിയോലിത്തിക് ഏജ് ഒരു 2 മില്യൺ, ഒരു 20 ലക്ഷം ടു ഒരു 10,000 BC വരെ ആയിരുന്നു ഏകദേശം. നിങ്ങളിപ്പോൾ ഏത് ബുക്സ് നോക്കിയാലും ഏത് ചാനൽ നോക്കിയാലും എല്ലാത്തിലും ഡിഫറെൻ്റ് ആയിരിക്കും ഈ ടൈം ലൈൻ ഉണ്ടാവുക. സോ ടൈം ലൈൻ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമല്ല. സോ ടൈം ലൈൻ ബേസ് ചെയ്തിട്ട് MCQ ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. 10,000 ടു ഒരു 6,000 വരെയായിരുന്നു BC വരെയായിരുന്നു മിഡിൽ സ്റ്റോണേജ്. 6,000 ടു ഒരു 1,000 വരെയായിരുന്നു നിയോ. ഒരു 3,000 ടു ഒരു 1,000 വരെയായിരുന്നു ചാൽക്കോ. ഈ ടൈം ലൈൻ ഇമ്പോർട്ടൻ്റ് അല്ല, ഏകദേശം ഒരു നിഗമനം അത്രമാത്രം മതി. സോ പാലിയോലിത്തിക് ഏജ് വെച്ച് 2 മില്യൺ ടു 10,000 BC. ഹ്യൂമൻസ് വെർ ഹണ്ടർ ഗ്യാദറേഴ്സ്. മൃഗങ്ങളെ ഹണ്ട് ചെയ്യും, ഫ്രൂട്ട്സ് ആൻഡ് വെജീസ് ഒക്കെ ഗ്യാദർ ചെയ്യും. നോട്ട് പ്രൊഡ്യൂസേഴ്സ് ആയിട്ടില്ല, അഗ്രികൾച്ചറൽ പ്രാക്ടീസസിലേക്ക് ഇറങ്ങിയിട്ടില്ല. എപ്പോഴാണ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസിലേക്ക് ഇറങ്ങുന്നത്? പാലിയോലിത്തിക് ഏജ് വെച്ചാൽ ഹണ്ടിങ് ഗാദറിങ്. മീസോലിത്തിക് ഏജ് വെച്ചാൽ മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുന്ന ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. നിയോലിത്തിക് ഏജിലാണ് ഇവർ എന്തിലേക്ക് ഇറങ്ങുന്നത്? ഇവർ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ്, ഫുഡ് പ്രൊഡ്യൂസേഴ്സായി മാറുന്നത് നിയോലിത്തിക് ഏജിലാണ്. ലിവ്ഡ് ഇൻ കേവ്സ്, റോക്ക് ഷെൽട്ടേഴ്സ്. ഈ ഗുഹകളിലൊക്കെ ഇവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ബിംബഡ്ക കേവ് മധ്യപ്രദേശ്, ഭയങ്കര ഫേമസ് ആണ് ആക്ച്വലി അത്. സ്റ്റോൺ ടൂൾസ് വെർ ക്രൂഡ്, ഹാൻഡ് ആക്സസ്, സ്ക്രാപ്പേഴ്സ് ആൻഡ് ചോപ്പേഴ്സ്. ഇതൊക്കെ സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഓരോ തരത്തിലുള്ള ഷാർപ്പായിട്ടുള്ള ടൂൾസാണ്. ഹാൻഡ് ആക്സ് അല്ലെങ്കിൽ സ്ക്രാപ്പേഴ്സ്, ചോപ്പേഴ്സ് എന്ന് വെച്ചാൽ മീറ്റൊക്കെ ചോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. സ്ക്രാപ്പേഴ്സ് ഈ ട്രീ ബാർക്കൊക്കെ ഉണ്ടല്ലോ, സോ അതിന്. ആൻഡ് ഹാൻഡ് ആക്സ് വെച്ചാൽ അത് വലിയൊരു ടൂളാണ്. ഹാൻഡ് ആക്സ് വെച്ചാൽ വലിയൊരു കല്ലാണ് ആക്ച്വലി അത്. ഫയർ വാസ് ഡിസ്കവേർഡ് ബട്ട് നോട്ട് കൺട്രോൾഡ്. ഇവർ തീ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ചുട്ട് മൃഗങ്ങളെ കഴിക്കാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ കൺട്രോൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഫയർ, തീ കൊണ്ട് നമുക്ക് എന്തൊക്കെ ഉപയോഗങ്ങളുള്ളത്? നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ മാത്രമാണോ തീയുടെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്? ജസ്റ്റ് ഒന്ന് ആലോചിച്ചേ. തീ ഉപയോഗിച്ച് നമുക്ക് കുക്ക് ചെയ്ത് കഴിക്കാൻ മാത്രമാണോ പറ്റുക? നോ. നമുക്ക് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. തീ യൂസ് ചെയ്തിട്ട് തണുപ്പിൽ നിന്ന് നമുക്ക് രക്ഷ നേടാൻ വേണ്ടി പറ്റും. അതിൻ്റെ നോളജ് ഇവർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. പ്ലസ് തീ ഉപയോഗിച്ച് മൃഗങ്ങളെ പേടിപ്പിച്ച് ഓടിക്കാൻ പറ്റും, അതിൻ്റെ ബുദ്ധി അവർക്ക് ഉണ്ടായിരുന്നില്ല. പ്ലസ് നമുക്ക് ബറി ചെയ്യാം ആൾക്കാരെ, അതും ഇവർക്ക് അറിയില്ലായിരുന്നു. സോ അങ്ങനെ പലതും ഇവർക്ക് അറിയില്ലായിരുന്നു. ആർട്ട് ഫോം, നമ്മൾ ആർട്ട് ആൻഡ് കൾച്ചറിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാം. ബിംബഡ്ക, മധ്യപ്രദേശിലുള്ള ബിംബഡ്ക കേവിൽ ഇവർ കുറച്ച് റോക്ക് പെയിൻറ്റിങ്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചുമരുകളിലൊക്കെ ആയിട്ട് ഇവർ മൃഗങ്ങളെ ഹണ്ട് ചെയ്യുന്നതായിട്ടുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ലോവർ പാലിയോലിത്തിക് ഏജ്. സോ പാലിയോലിത്തിക് ഏജ് ഭയങ്കര വലുത്. നിങ്ങൾ നോക്ക്, പാലിയോലിത്തിക് ഏജ് 2 മില്യൺ ടു 10,000 BC, 20 ലക്ഷം അപ് ടു 10,000 BC വരെയാണ്. ഇപ്പോൾ മീസോലിത്തിക് ഏജ് നോക്കുവാണെങ്കിൽ 10,000 ടു 6,000 BC വരെ, ഒരു 4,000 ഡിഫറൻസേ വരുന്നുള്ളൂ. നിയോലിത്തിക് ഏജ് 6,000 ടു ഒരു 1,000, ഒരു ചെറിയൊരു ടൈം ലൈൻ, ഒരു 5,000 ടൈം ലൈനേ വരുന്നുള്ളൂ. സോ അങ്ങനെയൊക്കെയാണ്. പക്ഷേ 20 ലക്ഷം ടു 10,000 BC എന്ന് വെച്ചാൽ അത് വലിയൊരു കാലയളവാണ്. അതുകൊണ്ട് മീസോ എന്ന് വെച്ചാൽ 10,000 ടു 6,000, നിയോ 6,000 ടു 1,000, ഇതൊക്കെ കുഞ്ഞു ടൈം ലൈനാണ്. പാലിയോ കുറച്ചും കൂടെ വലുതായിരുന്നു. പാലിയോലിത്തിക് ഏജ് കുറച്ചധികം വലുതായിരുന്നു. ആയതിനാൽ പാലിയോലിത്തിക് ഏജിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാലിയോലിത്തിക് ഏജ് 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ലോവർ പാലിയോലിത്തിക് ഏജ്, മിഡിൽ പാലിയോലിത്തിക് ഏജ് ആൻഡ് അപ്പർ പാലിയോലിത്തിക് ഏജ്. ഇങ്ങനെ 3ആയിട്ട് പാലിയോലിത്തിക് ഏജിനെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ലോവർ പാലിയോലിത്തിക് ഏജ് നമുക്ക് നോക്കാം. ഇത് 2 മില്യൺ, 20 ലക്ഷം അപ് ടു ലോവർ പാലിയോലിത്തിക് ഏജ് വെച്ചാൽ അപ് ടു 2 മില്യൺ അപ് ടു ഒരു 1 ലാക്ക് വരെയായിരുന്നു ഉണ്ടായിരുന്നത്. 1 ലാക്ക് വരെയാണ് ഉണ്ടായിരുന്നത്, 1 ലാക്ക് BC വരെ ഉണ്ടായിരുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ ടൈം ലൈൻ ഭയങ്കരമായിട്ട് വേരി ചെയ്യും. ഗൂഗിളിൽ നോക്കി ഒന്നായിരിക്കും, ChatGPTയിൽ നോക്കി ഒന്നായിരിക്കും, നിങ്ങൾ എന്തെങ്കിലും റിസർച്ച് പേപ്പേഴ്സ് നോക്കി അതിലൊന്നായിരിക്കും, ബുക്സ് നോക്കുകയാണെങ്കിൽ RS ശർമ്മയിൽ ഒന്നായിരിക്കും, NCERTയിൽ വേറെ ഒന്നായിരിക്കും. ഈ ടൈം ലൈൻ ഇമ്പോർട്ടൻ്റ് അല്ല, ബിക്കോസ് ഇത് പ്രീ ഹിസ്റ്റോറിക് എറയാണ്. പ്രീ ഹിസ്റ്റോറിക് എറയുടെ പ്രത്യേകത റിട്ടൺ എവിഡൻസ് ഇല്ല, റീഡിങ് പോസിബിൾ അല്ല, പ്രീ ഹിസ്റ്റോറിക് എറയാണിത്. അതുകൊണ്ട് ടൈം ലൈൻ ഇവിടെ മാറ്റർ ചെയ്യുന്ന കാര്യമേ അല്ല, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മാത്രം മതി നിങ്ങൾ. സോ ഏതൊക്കെ ഏരിയാസിലാണ് അന്നത്തെ കാലത്ത് ആൾക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്? സോ ആൻഡ് വാലെ, ബേലാൻ വാലെ,
നർമ്മദ റിവറിൻ്റെ വാലീസിലായിട്ട് ബിംബഡ്ക കേവ് മധ്യപ്രദേശ് ഇവിടെയൊക്കെ അവർ താമസിച്ചിട്ടുണ്ടായിരുന്നത്. കുറച്ച് സൈറ്റ്സ് ഓർമ്മിച്ച് വെക്കണേ ആവശ്യം വരും. ഹാൻഡ് ആക്സ്, വലിയ കല്ലുകൾ, ക്ലീവേഴ്സ് ആൻഡ് ചോപ്പേഴ്സ് ടൂൾസ് ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് ഇത് ഗൂഗിളിൽ നോക്കുക. ഗൂഗിളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫോട്ടോസ് കാണാൻ വേണ്ടി പറ്റും. എക്സാമിന്, കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന വെച്ചാൽ ഒരാൾ പഠിപ്പിച്ചതും അയാളുടെ നോട്ടും അതേപോലെ വിഴുങ്ങിയിരുന്ന് എക്സാമിന് പോകാന്നുള്ളതല്ല. ഗൂഗിളിൽ പോയിട്ട് റെഫർ ചെയ്യുക. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ബുക്ക് RS ശർമ്മ എന്ന് പറഞ്ഞ ബുക്കാണ്, അതൊന്ന് റെഫർ ചെയ്യുക. ഇതിന് NCERT ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. ജസ്റ്റ് ഒന്ന് ChatGPT യൂസ് ചെയ്ത് കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടൂൾസിൻ്റെ ഫോട്ടോ, ചോപ്പേഴ്സ് ആയിക്കോട്ടെ, ക്ലീവേഴ്സ് ആയിക്കോട്ടെ, ഹാൻഡ് ആക്സ് ആയിക്കോട്ടെ, സ്ക്രാപ്പേഴ്സ് ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ഫോട്ടോസ് ഗൂഗിളിൽ ഒന്ന് പോയിട്ട് തപ്പി നോക്കുക. അങ്ങനെ നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. ക്ലാസ് കണ്ട് ഈ നോട്ട് വായിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ റെഫറൻസ് ബുക്കും ഗൂഗിളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. 10 ലക്ഷം ആൾക്കാർ എന്ന എക്സാമിൽ 1000 ആൾക്കാർ റാങ്ക് ലിസ്റ്റിലേക്ക് വരുന്നത്. ബിക്കോസ് അവർ ഒരുപാട് മെറ്റീരിയലൊക്കെ അല്ല പോയത്, അവർ അവരുടേതായിട്ടൊരു സെൽഫ് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ഹോംവർക്ക് അവർ വീട്ടിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതെന്തായാലും നിർബന്ധമായിട്ട് ക്ലാസ്സിനേഷൻ ചെയ്യണം. മെയ്ഡ് യൂസിങ് കോർ ടെക്നിക്സ്, ബ്രേക്കിംഗ് ബിഗ് സ്റ്റോൺസ്. ഇവരെങ്ങനെ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? ബൈ ബ്രേക്കിംഗ് ബിഗ് സ്റ്റോൺസ്. വലിയ കല്ല് കഷ്ണമാക്കിയിട്ട് ഇവർ ചെറിയ കുഞ്ഞു കല്ല് ഇവരുണ്ടാക്കും. ഇതിനെയാണ് ഇവർ ഹാൻഡ് ആക്സ് ആയിട്ടും ഇതിനെ വീണ്ടും മോഡിഫൈ ചെയ്തിട്ട് സ്ക്രാപ്പേഴ്സും ചോപ്പേഴ്സൊക്കെ ക്ലീവേഴ്സൊക്കെ ആയിട്ട് ഇവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹ്യൂമൻസ് വേർ ഹോമോ ഹാബിലിസ് ആൻഡ് ഹോമോ ഇറക്ടസ്. ഹ്യൂമൻസ് അന്ന് കാലത്ത് ജീവിച്ചത് ഹോമോ ഹാബിലിസും ഹോമോ ഇറക്ടസാണ്. എനിക്കിത് കേൾക്കുന്ന സമയത്ത് ഒരു സ്റ്റോറി പറയാൻ ആഗ്രഹം, ചെറിയൊരു കുഞ്ഞാഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞോട്ടെ, ഒരു 4 മിനിറ്റ് തന്നെ എടുക്കുള്ളൂ അതിന്. ഓക്കെ, 4 മിനിറ്റ്, അതിനുള്ളിൽ ഞാനത് ഫിനിഷ് ചെയ്തോളാവേ. ഒരു കുഞ്ഞ് സ്റ്റോറി, ഭയങ്കര ഇൻട്രസ്റ്റ് ആയതുകൊണ്ടാ. കുറച്ച് ഹൈപ്പോതെറ്റിക്കലാണ്, ലോജിക്ക് ചോദിക്കരുത്. ഓക്കെ, നിങ്ങളിപ്പോൾ മഹാഭാരതത്തിൽ കേൾക്കുന്നില്ലേ, ജസ്റ്റ് ലൈക്ക് ചില ബ്രഹ്മാണ്ടാസ്ത്ര എന്നൊക്കെ കേൾക്കുന്നില്ലേ. സോ അതിൽ ലോജിക്ക് നോക്കുന്നത് ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റോറി, അതേപോലെ തന്നെ ഒരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റോറിയാണ്. ഇതാവാം പ്രീ ഹിസ്റ്റോറിക്കൽ, റൈറ്റിംഗ് ഇല്ല, റീഡിംഗ് ഇല്ല. സോ ഞാൻ കുറച്ച് സ്ഥലത്ത് വായിച്ച സമയത്ത് ഓക്കെ മേ ബി ഇങ്ങനെ ആയിരിക്കാം എന്നൊരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റോറിയാണ്. എനിവേ, ആരും കമൻറ്റ് ചെയ്യരുത് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊന്നും ചോദിച്ചിട്ട്. ജസ്റ്റ് വായിച്ചൊരു ഹൈപ്പോത്തറ്റിക്കൽ സ്റ്റോറിയാണ്. സോ ആഫ്രിക്കയിൽ ഒരു ഫോറസ്റ്റ് ഉണ്ടായിരുന്നു. ഫോറസ്റ്റിൻ്റെ പേരെന്താണെന്നറിയോ? കോങ്കോ റെയിൻ ഫോറസ്റ്റ് എന്നാ. എന്താ പേര്? കോങ്കോ റെയിൻ ഫോറസ്റ്റ്. ഓക്കെ, ഇത് സഹാറ ഡെസേർട്ടാണ്. സഹാറ മരുഭൂമി കേട്ടിട്ടില്ലേ? സഹാറ മരുഭൂമി. എനിക്ക് ഗ്രാസ് ലാൻഡ് കൂടെ വേണം. ഇതാണ് ഗ്രാസ് ലാൻഡ്. ഓക്കെ, ഗ്രാസ് ലാൻഡ്. ഇനിയാണ് നമ്മുടെ സ്വന്തം കോങ്കോ റെയിൻ ഫോറസ്റ്റ് വരുന്നത്. ഇതാണ് കോങ്കോ റെയിൻ ഫോറസ്റ്റ്. ഈ കോങ്കോ റെയിൻ ഫോറസ്റ്റിന് മറ്റൊരു പേര് കൂടി ഉണ്ട്, കോങ്കോ റെയിൻ ഫോറസ്റ്റ് അഥവാ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ്. ഈ റെയിൻ ഫോറസ്റ്റിന് പേര് വരാൻ കാരണം എന്താ? അവിടെ ആ സമയത്ത് അത്യാവശ്യം അവിടെ മഴ കിട്ടുമായിരുന്നു. ഓക്കെ, സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ഇക്വറ്റോറിയൽ റെയിൻ ഫോറസ്റ്റ് അഥവാ കോങ്കോ റെയിൻ ഫോറസ്റ്റിലാണ് ആദ്യ സ്പീഷീസ് ഉണ്ടായിരുന്നത്. ആദ്യ സ്പീഷീസ് എന്ന് പറയുന്നത് ഈ പ്ലിയോപിത്തക്കസ് ആയിരുന്നു. പ്ലിയോപിത്തക്കസ് എവിടെയാണ് ഉണ്ടായിരുന്നത്? കോങ്കോ റെയിൻ ഫോറസ്റ്റിൽ. ഇതിനെ കണ്ട എക്സാക്ട്ലി ഒരു കുരങ്ങനെ പോലെ ഉണ്ടാവും, കണ്ട മങ്കീനെ പോലെ തന്നെയാണ്. അതായത് മങ്കി, എക്സാക്ട്ലി ഒരു മങ്കി, ഒരു വ്യത്യാസമില്ല, കണ്ട അതേപോലെ ഉണ്ടാവും. സോ പ്ലിയോപിത്തക്കസ് അതിനുശേഷം നിവർന്ന് നിന്ന് നടക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത് കോങ്കോ റെയിൻ ഫോറസ്റ്റിൽ. സോ അപ്പോൾ ഇവർ കുറച്ചും കൂടെ ഒന്ന് ഇവോൾവ് ആയി, ഇവർക്ക് നട്ടിൽ കുറച്ചൊന്നും ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. അതിൻ്റെ പേരാണ് ഓസ്ട്രാലോപിത്തക്കസ്. ഈ പറഞ്ഞ പ്ലിയോപിത്തക്കസിനേക്കാളും കുറച്ച് ബ്രെയിൻ സൈസ് കുറച്ച് കൂടുതലായിരുന്നു, കുറച്ചൊന്ന് നിവരാൻ പറ്റുമായിരുന്നു. അതാണ് ഓസ്ട്രാലോപിത്തക്കസ്. എന്നാലും കണ്ട ഏകദേശം ഒരു എഴുന്നേറ്റ് നിന്ന ഒരു മങ്കീനെ പോലെ ഉണ്ടാവും. ഓക്കെ, ഓസ്ട്രാലോപിത്തക്കസ് എന്തോ കാരണം കൊണ്ട് കോങ്കോ റെയിൻ ഫോറസ്റ്റിൻ്റെ അകത്ത് നിന്ന് പുറത്തേക്ക് ഗ്രാസ് ലാൻഡിലേക്ക് ചാടി. അതിൻ്റെ റീസൺ എന്തോ ആവാം. മേ ബി അവിടെ റിസോഴ്സസ് ഫുഡൊന്നും ഇല്ലാത്തതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും മൃഗങ്ങളുടെ ആക്രമണം കൊണ്ടായിരിക്കാം, എന്തോ ആവാം. എന്തോ ഒരു കാരണം കൊണ്ട് അവർ പുറത്തേക്ക്. ഓക്കെ, ഇപ്പം നമ്മുടെ ഓസ്ട്രാലോപിത്തക്കസ് ഗ്രാസ് ലാൻഡിലേക്ക് ഇറങ്ങി. ഈ ഗ്രാസ് ലാൻഡ് എന്ന് വെച്ചാൽ നമ്മുടെ ഡബിൾ ഹൈറ്റ് വരുന്ന വലിയ വലിയ പുല്ലുകൾ അവിടെ ഉണ്ടായിരുന്നത്. അതും ഭയങ്കര പുല്ലാണ്. ഗ്രാസ് ലാൻഡ് എന്ന് പേര് വരാൻ കാരണം അത്രയും ഗ്രാസ് ആയതുകൊണ്ടാണ്. ഇത് ഹൈപ്പോത്തറ്റിക്കൽ അല്ല, ഇത് കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. സോ അവിടെ അത്രയും ഗ്രാസാണ് എന്ന് വെച്ചാൽ ഉണങ്ങിയതായിട്ടും പച്ചയായിട്ടുള്ള ഒരുപാട് പുല്ലുകളുണ്ട്. നമ്മുടെ ഡബിൾ ഹൈറ്റ് ഉണ്ട് അതിന്, അല്ലെങ്കിൽ നമ്മുടെ സെയിം ഹൈറ്റ്.
സോ ഈ ഓസ്ട്രാലോപിത്തക്കസിന് പതുങ്ങി നിന്ന് പോകുമ്പോൾ അതിന് ഏതൊക്കെ മൃഗങ്ങൾ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അത് കുറച്ചും കൂടെ നിവർന്ന് നിന്ന് നടക്കാൻ വേണ്ടി ശ്രമിക്കുക, എത്തി നോക്കാൻ വേണ്ടി തുടങ്ങും അപ്പുറത്ത് ഏതെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള മൃഗങ്ങൾ ഉണ്ടോ ഇല്ലേ. അവരിങ്ങനെ എഴുന്നേറ്റ് കുറച്ചും കൂടെ നിൽക്കാൻ വേണ്ടി തുടങ്ങുവാണ്. അപ്പോൾ അവർ പ്രോപ്പറായിട്ട് ബൈപ്പെഡലാവുന്നുണ്ട്. ബൈപ്പെഡൽ എന്ന് വെച്ചാൽ 2 കാലിൽ പ്രോപ്പറായിട്ട് കുറച്ചൊരു വളവുണ്ട്, എന്നാലും എഴുന്നേറ്റ് നിന്ന് പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുന്നൊരു ഒരു പാർട്ടിലേക്ക് അവർ മാറുന്നുണ്ട്. ആ മങ്കി ഷേപ്പൊക്കെ മാറി ഏകദേശം കുറച്ച് തടിച്ചിട്ടുള്ളൊരു ഹ്യൂമനൈഡ് ഫീച്ചേഴ്സ് ഉള്ള ഹ്യൂമനൈഡ് ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ ഹ്യൂമൻ ലൈക്ക് ഫീച്ചേഴ്സ് ഉള്ളൊരു സ്പീഷീസിലേക്ക് ഇവോൾവ് ആകുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഹോമോ ഹാബിലിസ്. ഹോമോ ഹാബിലിസ്. ഇതിനെന്ത് ഫീച്ചേഴ്സ് ഉണ്ട്? ഹ്യൂമനൈഡ് ഫീച്ചർ ഉണ്ട്. ഹ്യൂമനൈഡ് ഫീച്ചർ എന്ന് വെച്ചാൽ ഹ്യൂമൻ ലൈക്ക് ഫീച്ചേഴ്സ് ഉണ്ട്. നമുക്ക് കണ്ട ഏകദേശം നമ്മൾ ഹ്യൂമൻസിനെ പോലെ തന്നെ ഉണ്ടാവും. ജസ്റ്റ് ഞാൻ പിക്ചേഴ്സ് കാണും. ഹോമോ ഹാബിലിസ്. ഇത് കണ്ട മങ്കി അല്ല ഹ്യൂമണും അല്ല. സോ കണ്ടാൽ മങ്കി അല്ല ഹ്യൂമണും അല്ല എന്ന് വെച്ചാൽ ഹ്യൂമനൈഡ് ഫീച്ചേഴ്സ് ഉണ്ട് അത്രയേ ഉള്ളൂ. കണ്ട ഒരു ഹ്യൂമനൈഡ് ഫീച്ചർ ഉണ്ട്. ദാറ്റ്സ് ഇറ്റ്. നിങ്ങൾക്ക് പിക്ചർ കാണാൻ വേണ്ടി പറ്റും. കണ്ട ഹ്യൂമനൈഡ് ഫീച്ചേഴ്സ് ഉണ്ട്. ഒരു നമ്മുടെ ഹ്യൂമൻസിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ട് കുറച്ചൊക്കെ. അത്യാവശ്യം നിങ്ങൾ നോക്കുവാണെങ്കിൽ ഫേസ് നോക്കുമ്പോൾ കുഞ്ഞൊരു മങ്കീനെ പോലെ ഉണ്ടെങ്കിൽ പോലും ഹ്യൂമനൈഡ് ഫീച്ചേഴ്സ് നല്ലോണം ഉണ്ട്. സോ ഈ ഒരു ഹോമോ ഹാബിലിസിലേക്ക് മാറുന്നുണ്ട്. ഇതാണ് ഹോമോ ഹാബിലിസ്. ഞാൻ പ്ലിയോപിത്തക്കസിൻ്റെ ഫോട്ടോ കൂടെ കാണിച്ചേക്കാവേ. പ്ലിയോപിത്തക്കസ് എന്തൊക്കെയോ ആവുന്നതിന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് സോറി കേട്ടോ. ഓക്കെ 16 മിനിറ്റ് ആവുന്നുണ്ട്. ഞാൻ 10 മിനിറ്റിൽ എൻ്റെ ചെയ്യാന്ന് പറഞ്ഞ സെഷൻ. എനിവേ ഇത് കഴിഞ്ഞിട്ട് കുറേ വർക്ക് ഉണ്ട്. പ്ലിയോപിത്തക്കസ് ഇതാണ് ഒരു മങ്കി ഷേപ്പ്. കണ്ട എക്സാക്ട്ലി ഇറ്റ് ലുക്സ് ലൈക്ക് എ മങ്കി. ഓസ്ട്രാലോപിത്തക്കസിന് പേര് വരാൻ കാരണം ഓസ്ട്രേലിയൻ ബേസ് ചെയ്തിട്ടുള്ളൊരു റിസർച്ച് ഗ്രൂപ്പാണ് അതിൻ്റെ സ്കള്ളൊക്കെ കണ്ടുപിടിച്ചത്. അതുകൊണ്ട് ഓസ്ട്രാലോപിത്തക്കസിന് പേര് വന്നത്. ഓസ്ട്രാലോപിത്തക്കസും എഴുന്നേറ്റ് നടക്കുമായിരുന്നു, അത്രയും വ്യത്യാസമില്ല. കണ്ട എക്സാക്ട്ലി എ മങ്കി. എക്സാക്ട്ലി ഇറ്റ്സ് എ മങ്കി. ബട്ട് എഴുന്നേറ്റ് നടക്കുമായിരുന്നു കുറച്ചും കൂടെ, അത്രയേ ഉള്ളൂ. നട്ടിൽ സ്റ്റിൽ നിവർന്നിട്ടില്ല, ബെൻഡാണ്, പക്ഷേ എഴുന്നേറ്റ് നടക്കുമായിരുന്നു. പക്ഷേ എക്സാക്ട്ലി ലുക്സ് ലൈക്ക് എ മങ്കി. വാട്ട് അബൌട്ട് ഹോമോ ഹാബിലിസ് ഹ്യൂമനൈഡ് ഫീച്ചേഴ്സ് ഉണ്ട്, മങ്കി അല്ല ഹ്യൂമനും അല്ല, ഇൻ ബിറ്റ്വീൻ ദാറ്റ്. ഭയങ്കര പവർഫുൾ ആയിരുന്നു കുറച്ചും കൂടെ. സോ അതാണ് ഹോമോ ഹാബിലിസ്. സോ ഹോമോ ഹാബിലിസിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. പ്ലിയോ നിന്ന് ഓസ്ട്രാലിൽ നിന്ന് ഹ്യൂമനൈഡ് ഫീച്ചേഴ്സ് ഉള്ള ഹോമോ ഹാബിലിസിലേക്ക് കൺവേർട്ട് ആവുന്നുണ്ട്. ഈ ഹോമോ ഹാബിലിസ് ഇവിടെ നല്ലോണം ഇവോൾവ് ആവുന്നുണ്ട്. സോ ഒരു അറിഞ്ഞൂടാ ഇൻസിഡൻറ്റ് എന്താണെന്ന് അറിഞ്ഞൂടാ. മേ ബി ഇടിയും മിന്നലൊക്കെ വരുന്ന സമയത്ത് അവിടെ ഗ്രാസ് ലാൻഡ് അല്ലേ, നല്ല പുല്ലും നല്ല ഉണങ്ങിയ പുല്ലുണ്ട്. ഏതെങ്കിലും കാരണവശാൽ അവിടെ തീ ഒരു ഇടിമിന്നലേറ്റിട്ടോ അങ്ങനെ എന്തെങ്കിലും കാരണം കൊണ്ട് അവിടെ ഇങ്ങനെ കാട്ടുതീ വന്നിട്ടുണ്ടാവാം. അതിലേതെങ്കിലും മൃഗങ്ങൾ വെന്ത് പോയിട്ടുണ്ടാവാം. മേ ബി അതിനെ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓക്കെ, അപ്പോൾ തീരിട്ട് ചുട്ട് കഴിച്ചാൽ കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും എന്ന് അവർക്ക് മനസ്സിലാവാണ്. പിന്നെ അവരെങ്ങനെയെങ്കിലും ഫയർ കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കുവാണ്. മേ ബി ഏതെങ്കിലും കല്ല്, ഞാൻ പറഞ്ഞല്ലോ ബിഗ് സ്റ്റോൺസ്, വലിയ സ്റ്റോൺസ് ബ്രേക്ക് ചെയ്തിട്ട് കുഞ്ഞു സ്റ്റോൺസ് ഉണ്ടാക്കുന്നത്. ആ സമയത്ത് 2 കല്ല് ഇങ്ങനെ അടിക്കുന്ന സമയത്ത് ഫ്രിക്ഷൻ കാരണം മേ ബി അവിടെ അവർ ഈ തീ കണ്ടിട്ടുണ്ടാവാം. അതായിരിക്കും ചിലപ്പോൾ ഏതെങ്കിലും ഉണങ്ങിയ ഇല കൊണ്ടുവന്ന് അതിലേക്ക് ഇങ്ങനെ ഫ്രിക്ഷൻ കാരണം 2 സ്റ്റോൺ ഇങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് തീ വന്നിട്ടുണ്ടാവും. മേ ബി അങ്ങനെ ആയിരിക്കും ഇവർ ഫയർ ഡിസ്കവർ ചെയ്തിട്ടുണ്ടാവുക. പിന്നെ ഇവർ മൃഗങ്ങളെ കുക്ക് ചെയ്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങി. ഹോമോ ഹാബിലിസ് അതിനുശേഷം ഹോമോ ഇറക്ടസ് ആയിട്ട് മാറി. ഹോമോ ഇറക്ടസ് എന്ന് വെച്ചാൽ നട്ടലിൽ പ്രോപ്പറായിട്ട് നിവർന്ന് നല്ല രീതിയിൽ ഹ്യൂമനൈഡ് ഫീച്ചറുള്ളൊരു സ്പീഷി ആയിരുന്നു ഹോമോ ഇറക്ടസ്. ഹോമോ ഇറക്ടസ് ഗ്രാസ് ലാൻഡിൽ നിന്ന് എവിടേക്ക് എത്തുന്നുണ്ട്? സഹാറ ഡെസേർട്ടിലേക്കും. സഹാറ ഡെസേർട്ടിൽ നിന്ന് ഒരുപാട് സ്ഥലത്തേക്ക് ഇവർ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇവരാണ് ലോകത്തുള്ള പല കോണിലേക്ക് മൈഗ്രേറ്റ് ചെയ്തെത്തുന്നത് ഹോമോ ഇറക്ടസ് ആണ്. ഹോമോ ഇറക്ടസിന് ശേഷം ഒരാൾ വരുന്നു, അതാണ് ഹോമോ സാപ്പിയൻസ്. ഈ ഹോമോ സാപ്പിയൻസ് ഇറ്റ് ലുക്സ് ലൈക്ക് എ മാൻ. ഹോമോ സാപ്പിയൻസിന് ശേഷമാണ് ഹോമോ സാപ്പിയൻസ് എന്ന് പറഞ്ഞ അവസാനത്തെ ഒരു സ്പീഷി വരുന്നത്. ഇതാണ് ഇതാണ് മോഡേൺ മാൻ എന്ന് പറയും. മോഡേൺ മാൻ ഈ പറഞ്ഞ ഹോമോ സാപ്പിയൻസ് ആണ്. ഓക്കെ, നമ്മൾ ഹോമോ സാപ്പിയൻസ് ആണ്. ഇതൊരു ഹൈപ്പോതെറ്റിക്കൽ സ്റ്റോറിയാണ്. ഒരു സ്ഥലത്ത് ആരും എഴുതി വെച്ചിട്ടില്ല ഇങ്ങനെയാണ്, ഒന്നുമില്ല. ജസ്റ്റ് ഒരു ഹൈപ്പോതെറ്റിക്കൽ സ്റ്റോറി ആയിട്ട് മാത്രം എടുക്കുക. എനിക്ക് പറയാൻ ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ട് കുഞ്ഞ് രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്കറിയാം ആരാണ് ഹോമോ ഹാബിലിസ് എന്ന്. ഹോമോ ഹാബിലിസ് ആരാ?
ഓസ്ട്രാലോപിത്തക്കസിന് ശേഷം വന്നിട്ടുള്ള കുറച്ച് ഹ്യൂമനിഡ് ഫീച്ചേഴ്സുള്ള ജീവിയാണ് ഹോമോ ഹാബിലിസ്. ഹോമോ ഹാബിലിസ് ആണ് ഫയർ ഡിസ്കവർ ചെയ്യുന്നത്. അവർക്ക് നല്ല രീതിയിൽ അറിയുന്നുണ്ടായിരുന്നില്ല, പക്ഷേ അവർ ഡിസ്കവർ ചെയ്തു. ഹോമോ ഇറക്ടസ് ആണ് അതിനുശേഷം നല്ലോണം ഈ ഫയർ യൂസ് ചെയ്യാൻ പഠിക്കുന്നത്, കുറച്ചും കൂടെ അതിൽ അഡ്വാൻസ് ആവുന്നത്. മൃഗങ്ങൾ ഓടിക്കാം, തണുപ്പിൽ നിന്ന് രക്ഷ തേടാം, കുക്ക് ചെയ്യാം, ഇങ്ങനെ ഒട്ടുമിക്ക കാര്യങ്ങളിലേക്ക് എത്തുന്നത് ഹോമോ ഇറക്ടസ് ആണ്. ആൻഡ് ഈ ഹോമോ ഇറക്ടസ് ആണ് ഏറ്റവും അധികം എന്ത് ചെയ്യുന്നത്? മൈഗ്രേറ്റ് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്. ലോവർ പാലറ്റിക് ഏജിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്? ഹണ്ടർ ഗ്യാദറേഴ്സ്, ലിവ്ഡ് ഇൻ കേവ്സ് ആൻഡ് ഓപ്പൺ റോക്ക് ഷെൽട്ടേഴ്സ്, ഗുഹകളിലൊക്കെ ആയിട്ട് ജീവിച്ചു. ഫയറിനെ കുറിച്ചിട്ട് ആദ്യകാലങ്ങളിൽ ഇവർക്ക് വലിയ നോളജ് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ശേഷം ഇനീഷ്യലി നോളജ് ഉണ്ടായിരുന്നില്ല. ബട്ട് കുറച്ച് കഴിയുന്ന സമയത്താണ് മേ ബി ഇങ്ങനെ ഇടിയോ മിന്നലൊക്കെ വന്നപ്പോൾ ഗ്രാസ് ലാൻഡിൽ തീ പിടിച്ച് കാണാം, അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ വലിയ വലിയ കല്ലുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ സ്പാർക്ക് കണ്ടപ്പോൾ അങ്ങനെയിട്ടാവും ഫയർ ഡിസ്കവർ ചെയ്തിട്ടുണ്ടാവുക. ഇനീഷ്യലി ദേ ഡിഡൻ ഹാഡ് എനി കൈൻഡ് ഓഫ് നോളജ്, ബട്ട് ലേറ്റർ ഓൺ ഈ ഹോമോ ഇറക്ടസിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ സമയത്താണ് ഇവർക്ക് ഫയറിനെ കുറിച്ചുള്ള നോളജ് വരുന്നത്. സോ ഇവരാണ് ടൂൾ മേക്കിംഗ് ട്രഡീഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്തത് മിഡിൽ പാലറ്റിക് ഏജ് 1 lakh to 40,000 BC അപ്രോക്സിമേറ്റ്ലി. ഓക്കെ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, നർമ്മദ വാലിയിലൊക്കെ ഇവരുടെ കുറച്ച് എന്താ പറയുക റിമെയിൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പലതരത്തിലുള്ള ഇവർ യൂസ് ചെയ്ത ടൂൾസൊക്കെ. ഫ്ലേക്ക് ടൂൾസ് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്ന സ്റ്റോണിനെ പിന്നെയും കുഞ്ഞതാക്കി, ചെറുതാക്കി, പക്ഷെ കുറച്ചും കൂടെ ഷാർപ്പാക്കി. ഓക്കെ, നിങ്ങൾ വലിയ കല്ലെടുത്ത് ഒരാൾ അടിക്കുന്നതാണോ, അതിന് ഒരു കുഞ്ഞ് കല്ലായിരിക്കാം, പക്ഷെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള കരികല്ലുകൊണ്ടൊരു കുത്തുന്നതാണ് നല്ലത്, കരിങ്കല്ല്. ബിക്കോസ് അത് കുറച്ചും കൂടി ഷാർപ്പാണ്. അടിക്കുന്നതിലല്ല കാര്യം, ചതയ്ക്കുന്നതിലല്ല കാര്യം, കുത്തിക്കൊല്ലുന്നതിലാണ് കാര്യം. സോ ഇവർ കുറച്ചും കൂടെ ഷാർപ്പായിട്ടുള്ള കുഞ്ഞ് ഫ്ലേക്ക് ടൂൾസ് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. സ്ക്രാപ്പേഴ്സും പോയിൻറ്റേഴ്സും യൂസ് ചെയ്യുന്നു. കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള ടൂൾസിലേക്ക് ഇവർ പോകുന്നു. സ്മോളർ ദാൻ ഏർലിയർ ടൂൾസ് മെയ്ഡ് യൂസിങ് ഫ്ലേക്ക് ടെക്നിക്. ഹ്യൂമൻസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോമോ ഇറക്ടസ് ആണ് ഇവർ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോമോ ഇറക്ടസ്. ഓക്കെ, ഹോമോ സാപ്പിയൻസും ഈ ഒരു സമയമാകുമ്പോൾ വരുന്നുണ്ട്. നല്ല ഹണ്ടിങ് സ്കിൽസ് ഉണ്ട്. ഇവർ ഫയർ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നുണ്ട്. ഹോമോ ഹാബിലിസിന് ഒരു കുഞ്ഞറിവുണ്ടായിരുന്നല്ലോ, ഹോമോ ഹാബിലിസിന് ഒരു കുഞ്ഞറിവുണ്ടായിരുന്നല്ലോ, ഹോമോ ഇറക്ടസ് അതിനെ പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, കുക്ക് ചെയ്ത് കഴിക്കാൻ. നൊമാഡിക് ലൈഫ് സ്റ്റൈൽ സ്റ്റിൽ കണ്ടിന്യൂസ്. ഓക്കെ, അപ്പർ പാലറ്റിക് ഏജ് പിമ്പട്ക, ആന്ധ്രാപ്രദേശ്, ഭോപ്പാൽ, ചോട്ടാ നാഗ്പൂർ ഒക്കെയാണ് കുറച്ച് സൈറ്റ്സ്. ബ്ലേഡ് ടൂൾസ്, ബ്യൂറിൻസ്, മൈക്രോലിഡ്സ് ആൻഡ് ടൂൾസൊക്കെയാണ് ഉണ്ടായിരുന്നത്. ബോൺ ടൂൾസും ആൻറ്റ്ലേഴ്സും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ബോൺ ടൂൾസ് ഒക്കെ എന്ന് പറഞ്ഞാൽ മൃഗങ്ങളുടെ എല്ലൊക്കെ യൂസ് ചെയ്ത ടൂൾസ്. ഹോമോസാപ്പിയൻ, മോഡേൺ മാൻ ഇപ്പോൾ വരുന്നുണ്ട്. ഫീച്ചേഴ്സ്, കേവ് പെയിൻറ്റിങ്സിൻ്റെ എവിഡൻസ് കിട്ടിയിട്ടുണ്ട്. ബിംബഡ്ക മധ്യപ്രദേശിന് ആർട്ടിസ്റ്റിക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അവർ കുറച്ച് ചിത്രങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ബിംബഡ്ക മധ്യപ്രദേശിൽ ഗുഹകളുടെ ചുമരിലായിട്ട് അവർ ഹണ്ട് ചെയ്യുന്ന പിക്ചേഴ്സ് വരച്ച് വെച്ചിട്ടുണ്ട്. സോ അവരുടെ ആർട്ടിസ്റ്റിക് സെൻസ് ഡെവലപ്പ് ആകുന്നുണ്ട്. മേ ബി അവർ ആ പിക്ചേഴ്സിൽ നമ്മളോട് നിങ്ങൾ പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ടാവും. മേ ബി സ്ലൈറ്റ്ലി കുറച്ചും കൂടെ പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഷെൽട്ടേഴ്സ് കണ്ടുപിടിക്കും. നേരത്തെ ഇവർ ഓരോ സ്ഥലത്ത് ഓരോ ഗുഹയിൽ താമസിക്കുന്നു. ഇപ്പോൾ ഇവർ പെർമനൻ്റ് ആയിട്ടൊരു ഷെൽട്ടർ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ഇവരുടെ ഹണ്ടിങ് ഗ്യാതറിങ് ലൈഫ് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഇനി മീസോളിത്തിക് ഏജ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മീസോളിത്തിക് ഏജിലേക്ക് പോവാം. ബിക്കോസ് ഇപ്പോൾ തന്നെ 23 minutes ആയിട്ട് ഹാവ് എ ലോട്ട് ഓഫ് വർക്ക്സ് ടു ഡു. ആർക്കെങ്കിലും പെയ്ഡ് ബാച്ചിലേക്ക് മന്ത്ലി 500 വരുന്നുണ്ട്. എൻ്റെ ഡയറക്റ്റ് ഗൈഡൻസും മെൻറ്റർഷിപ്പുള്ള ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ലെറ്റ് മീ നോ ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, താങ്ക്സ് എ ലോട്ട്. ഇരുന്ന് പഠിക്കും.